ആൻഡീസ് പർവ്വതനിരകൾക്ക് മുകളിലൂടെ എൻ്റെ വിമാനം സാന്റിയാഗോ വിമാനത്താവളത്തിലേക്ക് പറക്കുകയാണ്. ശൈത്യകാലം അവസാനിച്ചിരിക്കുകയാണ്. ആൻഡീസ് പർവ്വതനിരകളിലെ മഞ്ഞ് ഉരുകിത്തുടങ്ങിയിരിക്കുന്നു. സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരകളാണ് ആൻഡീസ് പർവ്വതനിരകൾ. മനോഹരമായ ആൻഡീസ് പർവ്വതനിരകൾക്ക് മുകളിലൂടെ പറന്ന് എൻ്റെ വിമാനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സാന്റിയാഗോ വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുത്തു. സാന്റിയാഗോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ആൻഡീസ് പർവ്വതനിരകൾക്ക് കീഴിലായാണ്. വിമാനത്തിൻ്റെ ചക്രങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ റൺവേയിലേക്ക് തൊട്ടു. ലാൻഡ് ചെയ്തതിൻ്റെ സന്തോഷത്തിലാവണം എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഞാനും അവരുടെ കൂടെ കൈയടിച്ചു. വിമാനം പയ്യെ നിശ്ചലമായി. എല്ലാവരും അവരവരുടെ ബാഗുകളെടുത്ത് മെല്ലെ ഇറങ്ങുവാൻ ആരംഭിച്ചു. സ്പാനിഷിൽ ഗ്രാസിയാസ് അഥവാ നന്ദി എന്നർത്ഥം വരുന്ന വാക്ക് പറഞ്ഞ് ഞാൻ മെല്ലെ വിമാനത്തിന് പുറത്തേക്ക്. മുംബൈയിൽ നിന്നും തുടങ്ങിയ നീണ്ട 48 മണിക്കൂറത്തെ വിമാനയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ മെല്ലെ ലഗേജ് കളക്ട് ചെയ്യുന്നിടത്തേക്ക് നടന്നു. കുറച്ച് സമയത്തെ താമസത്തിന് ശേഷം എനിക്ക് എൻ്റെ ലഗേജ് കിട്ടി. ഞാൻ ലഗേജും എടുത്ത് ശേഷമുള്ള കസ്റ്റംസ് ക്ലിയറൻസിനും ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സിനും ശേഷം വിമാനത്താവളത്തിന് വെളിയിലേക്ക് നടന്നു. എനിക്ക് പോകുവാനായുള്ള ബസ് വിമാനത്താവളത്തിൻ്റെ ഒരു ഭാഗത്തായി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ്സിനുള്ളിൽ കയറി. ബസ് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഞാൻ ക്യാമറ എടുത്ത് ഇരുവശത്തുമുള്ള കാഴ്ചകൾ പകർത്തുവാൻ ആരംഭിച്ചു. ഈ രാജ്യത്ത് ഇവർ വലത്തുവശത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. ബസ്സുകൾക്കും കാറുകൾക്കും എമർജൻസി വാഹനങ്ങൾക്കെല്ലാം ഓരോരോ പാതയാണിവിടെ. അതിലൂടെ യഥാക്രമം നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ എന്നെ അത്ഭുതപ്പെടുത്തി. ഡ്രൈവർ എന്തൊക്കെയോ കൂടിയിരിക്കുന്ന സ്റ്റാഫിനോട് സ്പാനിഷിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉടനെ തന്നെ എനിക്ക് ഇറങ്ങുവാനുള്ള സ്ഥലത്തിൻ്റെ അനൗൺസ്മെന്റ് ബസ്സിൽ കേട്ടു. ഞാൻ ഇറങ്ങുവാനായി തയ്യാറായി. ഞാൻ ബസ്സിന് വെളിയിലേക്ക് ഇറങ്ങി. ആദ്യമേ തന്നെ എൻ്റെ ക്യാമറയിൽ പതിഞ്ഞത് ചിലിയൻ പാർലമെന്റ് മന്ദിരത്തിന് മുകളിൽ പാറിക്കളിക്കുന്ന ചിലിയൻ പതാകയാണ്. ചിലിയുടെ ഭരണസിരാ കേന്ദ്രമാണിത്. ആയതിനാൽ തന്നെ വളരെ കനത്ത സുരക്ഷയാണ് മന്ദിരത്തിന് ചുറ്റും ഒരുക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സന്ദർശകരോട് വളരെ സൗഹൃദപരമായാണ് ഇടപഴകുന്നത്. 18ാം നൂറ്റാണ്ടിൽ സ്പെയിൻ്റെ അധിനിവേശ കാലഘട്ടത്തിൽ ഇറ്റാലിയൻ ആർക്കിടെക്ട് ജോവാക്കിൻ ടോസ്കയുടെ നേതൃത്വത്തിൽ നിയോ ക്ലാസിക്കൽ രീതിയിൽ പണി കഴിപ്പിച്ചതാണ് ഈ പാർലമെന്റ് മന്ദിരം അഥവാ ലാ മൊണേഡ പാലസ്. 1973 US-ന്റെ ബോംബാക്രമണത്തിൽ ഈ പാലസിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു പോയതാണ്. ശേഷം പണി കഴിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്നവയൊക്കെ തന്നെ. ഭരണം കഴിഞ്ഞ ചിലിയൻ പ്രസിഡന്റുമാരുടെ ഒക്കെയും ശില്പങ്ങൾ ഈ പാലസിന്റെ വിവിധ ഭാഗങ്ങളിലായി കൊത്തിവെച്ചിരിക്കുന്നു. പ്രസിഡന്റ് ശില്പങ്ങൾക്ക് പുറമെ മറ്റ് കരകൗശല വിസ്മയങ്ങളാലും സമൃദ്ധമായിരുന്നു പാലസിന്റെ ചുറ്റുവട്ടങ്ങൾ. പാലസിന്റെ ഒരു ഭാഗം പാർക്കാണ്. മറ്റൊരു ഭാഗത്ത് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. ഞാൻ അവിടേക്ക് കടന്നു ചെന്നു. അവിടെ ഒരു പെൺകുട്ടി നൃത്തം അവതരിപ്പിക്കുകയാണ്, തനതായ സ്പാനിഷ് ശൈലി. ഞാൻ കുറച്ചു നേരം കൗതുകത്തോടെ അത് നോക്കി നിന്നു. പാലസിന്റെ മറ്റൊരു ഭാഗത്ത് ആളുകൾ കൂടിയിരുന്ന് ചതുരംഗം കളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ ക്യാമറ അവിടേക്ക് തിരിച്ചു. തെരുവിൻ്റെ ഒരു ഭാഗം തന്നെ ചതുരംഗം കളിക്കാനെ കൊണ്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവരെ കണ്ടിട്ട് അപ്പൂപ്പനും കൊച്ചുമോനുമാണെന്ന് തോന്നുന്നു. ചുറ്റുമുള്ള ആരെയും അവർ ശ്രദ്ധിക്കുന്നില്ല, കളിയിൽ മുഴുകിയിരിക്കുകയാണ്. സായാഹ്നങ്ങളെ എത്ര മനോഹരമായാണ് സ്പാനിഷ് ജനത ആസ്വദിക്കുന്നത് എന്ന് കണ്ട് ഞാൻ അതിശയിച്ചു. പാലസിന്റെ മറ്റൊരു ഭാഗത്തുകൂടി വ്യത്യസ്തമായ രൂപത്തിലുള്ള മനോഹരമായ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ക്യാമറ അതിലേക്ക് ഫോക്കസ് ചെയ്തു. പാലസിന് ചുറ്റുമുള്ള മറ്റ് കെട്ടിടങ്ങളെല്ലാം തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നിയോ ക്ലാസിക്കൽ രീതിയിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചുണ്ണാമ്പ് കല്ലുകളിൽ തീർത്ത ലാറ്റിൻ അമേരിക്കൻ തച്ചുശാസ്ത്ര വിസ്മയങ്ങൾ അസ്തമയ സൂര്യപ്രഭയിൽ മിന്നിത്തിളങ്ങുന്നത് വിസ്മയത്തോടെ ഞാൻ നോക്കി നിന്നു. ചുണ്ണാമ്പ് കല്ലുകളിൽ തീർത്തവയാണെങ്കിലും ഈ നിർമ്മിതികളൊക്കെ തന്നെയും ഭൂകമ്പങ്ങളെ അതിജീവിക്കാൻ പര്യാപ്തമായവയാണ്. ഭൂകമ്പങ്ങൾ ചിലിക്ക് എന്നും ഒരു വെല്ലുവിളിയാണ്.
കാരണം ചിലി സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ തീവ്രതാ പ്രദേശമായ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്. സായാഹ്നമായിരിക്കുകയാണ്. തെരുവിൽ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഒട്ടുമിക്ക ആളുകളും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവരാണ്. തെരുവിൻ്റെ ഒരു മൂലയ്ക്ക് ഏതോ കലാകാരൻ സ്ഥാപിച്ചിട്ട് പോയ ഡ്രം സെറ്റുകൾ. ഉടനെ ഒരു പാശ്ചാത്യ സംഗീതം കാണുവാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നെങ്കിലും കാത്തിരിപ്പ് വിഫലമായി. മറ്റു കാഴ്ചകളിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചു. മനോഹരമായ പാവകളെ വിൽക്കുന്ന ഒരു പാവ കച്ചവടക്കാരൻ. നിറങ്ങൾ കൊണ്ടുള്ള ഒരു ജാലവിസ്മയം. ജീവനില്ല എങ്കിലും ആ ഓരോ പാവകളും അവയുടെ അടുക്കലേക്ക് എന്നെ മാടി വിളിക്കുന്നതായി എനിക്ക് തോന്നി. തൊട്ടപ്പുറത്ത് ജീവനുള്ള മറ്റൊരു പാവക്കുപ്പായമണിഞ്ഞ മനുഷ്യൻ വിശപ്പ് മാറ്റുവാനായി ജീവിതത്തോട് പൊരുതുന്നു. തെരുവിൻ്റെ മറ്റൊരു വശത്ത് കൗതുകകരമായ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു സ്ത്രീ. സ്പാനിഷിൽ ആ കളിപ്പാട്ടങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവർ. ഞാൻ അറിയാവുന്ന ഭാഷയിൽ ഈ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ കൊണ്ട് തീ തുപ്പിക്കാമോ എന്ന് അവരോട് ചോദിച്ചു. എൻ്റെ ആംഗ്യഭാഷ അവിടെ നിന്നിരുന്ന മറ്റൊരു സ്ത്രീക്ക് മനസ്സിലാവുകയും അത് വിവർത്തനം ചെയ്ത് കളിപ്പാട്ട കച്ചവടക്കാരിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കൗതുകകരമെന്ന് പറയട്ടെ, ദേ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ തീ തുപ്പുന്നു. ഗെയിം ഓഫ് ത്രോൺസിൽ മാത്രം തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ള എൻ്റെ ക്യാമറയുടെ മുൻപിലേക്ക് അവർ മറ്റൊരു ഡ്രാഗൺ കുഞ്ഞിനെ കൂടെ തീ തുപ്പുവാൻ ഇറക്കി വിട്ടു. തനിക്ക് തീ തുപ്പാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് കുലീനനായി നിൽക്കുന്ന സൗറോപോഡ്സ് ഇനത്തിൽപ്പെട്ട ദിനോസർ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് അതിയായ വിഷമം തോന്നി. തെരുവിൻ്റെ മറ്റൊരു കോണിൽ വയലിൻ കൊണ്ട് മനോഹരമായ സംഗീത വിസ്മയം തീർക്കുന്ന ഒരു യുവതിയിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചു. കുറച്ചു നേരം ഞാൻ ആ സംഗീതം കേട്ട് ആസ്വദിച്ചു നിന്നു. യുവതിയുടെ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെരുവിൻ്റെ സൗന്ദര്യം ഒന്നും കൂടെ വർദ്ധിക്കുന്നതായി എനിക്ക് തോന്നി. തെരുവിൻ്റെ പശ്ചാത്തലത്തോട് ഇണങ്ങുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ സൈക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. ഒട്ടനേകം സൈക്കിൾ സവാരിക്കാരുള്ള നഗരമാണ് സാന്റിയാഗോ. സൈക്കിൾ യാത്രികർക്കിടയിലൂടെ ഒരു കാൽനട യാത്രികൻ എങ്ങോട്ടോ ധൃതി വെച്ച് നടന്നു പോവുകയായിരുന്നു മധ്യവയസ്കനായ അദ്ദേഹം. പൂച്ചെട്ടികൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ ഭക്ഷണശാലകൾ. അവിടെ ഇരുന്ന് സൊറ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർ. ഭക്ഷണം കഴിക്കുന്ന തീൻമേശകൾ പോലും രൂപകൽപ്പന കൊണ്ട് തെരുവിൻ്റെ മനോഹരമായ പശ്ചാത്തലത്തോടെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു. തെരുവിൻ്റെ മറ്റൊരു ഭാഗത്ത് കൗതുകകരമായ വസ്തുക്കൾ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ. ബോൺസായി മാതൃകയിലുള്ള ചെറിയ സംഗീത ഉപകരണങ്ങളുടെ ശേഖരം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. തൊട്ടപ്പുറത്ത് തന്നെ റോബോട്ടിക് കോസ്റ്റ്യൂം അണിഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നതിൽ കൂടുതലും കുട്ടികളാണ്. സസൂക്ഷ്മം വീക്ഷിച്ചപ്പോൾ അത് ട്രാൻസ്ഫോമേഴ്സ് ചലച്ചിത്രത്തിലെ ബംബിൾ ബീ എന്ന കഥാപാത്രമാണ് എന്ന് എനിക്ക് മനസ്സിലായി. താഴെ വെച്ചിരിക്കുന്ന കാർ വഞ്ചിയിൽ പൈസ ഇട്ടാൽ കുട്ടികൾക്ക് ബംബിൾ ബീയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുവാനും പോസ്റ്റ് ചെയ്യുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ബംബിൾ ബീയുടെ കാർ വഞ്ചിയിൽ പൈസ ഇടാതെ ക്യാമറയിലോട്ട് ബംബിൾ ബീ നോക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ബംബിൾ ബീയുടെ കാർ വഞ്ചിയിൽ പൈസ ഇട്ടു. ശേഷം ബംബിൾ ബീ എൻ്റെ ക്യാമറയെ നോക്കി ഡാൻസ് തുടങ്ങി. യാന്ത്രികത നിറഞ്ഞു തുളുമ്പുന്ന മനോഹരമായ നൃത്തച്ചുവടുകൾ. ബംബിൾ ബീയോട് സലാം പറഞ്ഞ് ഞാൻ മറ്റു കാഴ്ചകളിലേക്ക് എൻ്റെ ക്യാമറ തിരിച്ചു. ചിലിയിലെ അറക്വാനിയ മേഖലയിൽ ജീവിക്കുന്ന മപൂച്ച എന്ന തദ്ദേശ ജനവിഭാഗത്തോടുള്ള ആദരസൂചകമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ശില്പവിസ്മയം എൻ്റെ ക്യാമറയിൽ പതിഞ്ഞു. മോണുമെന്റോ അൽ പുവാബ്ലോ ഇൻഡിജിനിയ എന്നാണ് ഈ ശില്പവിസ്മയം അറിയപ്പെടുന്നത്. ചിലിയിലെ വളരെ പ്രസിദ്ധമായ കത്തീഡ്രൽ സ്ക്വയറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് സന്ദർശകർ വരുന്ന സ്ഥലമാണിത്. കുറച്ചു സമയം ഈ കത്തീഡ്രൽ സ്ക്വയറിൽ നിൽക്കുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കൻ നാഗരികതയുടെ സ്പന്ദനം ഏതൊരു സന്ദർശകനും അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഒരുപാട് സന്ദർശകർ വരുന്നത് കൊണ്ട് തന്നെ കലാകാരന്മാർക്കും കത്തീഡ്രൽ സ്ക്വയറിൽ യാതൊരു ക്ഷാമവുമില്ല.
ചിത്രകാരന്മാരാണ് അതിലേറെയും. അവർ അവരുടെ കലാസൃഷ്ടികൾ വിൽക്കുവാനും പുതിയത് തത്സമയം വരയ്ക്കുവാനും ഒക്കെയായി കത്തീഡ്രൽ സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഒരു ചിത്രകാരന്റെ ചിത്രങ്ങളിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചു. വളരെ മനോഹരം. മറ്റൊരു ചിത്രകാരന്റെ സ്റ്റാളിന് മുമ്പിൽ വളരെയധികം ആളുകൾ കൂടി നിൽക്കുന്നു. അവർ ആ ചിത്രകാരനോട് വില പേശുകയാണ് എന്ന് തോന്നുന്നു. ചിത്രകാരൻ ചിത്രത്തെക്കുറിച്ചും ചിത്രത്തിന് ഫ്രെയിമിനെ കുറിച്ചും ഒക്കെ അവരോട് വിവരിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് അത് വാങ്ങുവാൻ ഉദ്ദേശമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പതിയെ ആ ചിത്രകാരന്റെ സ്റ്റാളിലേക്ക് എൻ്റെ ക്യാമറ തിരിച്ചു. വളരെ മനോഹരമായ ഒരു ചിത്രം. വർണ്ണങ്ങൾ കൊണ്ട് ചിലിയൻ ഗ്രാമീണതയെയും പ്രകൃതിയെയും അദ്ദേഹം ക്യാൻവാസിൽ കോറിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളിലും ആൻഡീസ് പർവ്വതനിരകൾ സ്ഥായിയായ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ചിലിയുടെ ഉത്തര ദക്ഷിണ ഭൂപ്രകൃതികളെ അദ്ദേഹം മനോഹരമായി ക്യാൻവാസിൽ കോറിയിട്ടിരിക്കുന്നു. കര മാത്രമല്ല, കടലും അദ്ദേഹത്തിന്റെ വരിയുടെ വിഷയങ്ങളാണ്. എത്ര മനോഹരമായാണ് പാറക്കല്ലിൽ അടിച്ചൊലിയുന്ന തിരമാലകളെ അദ്ദേഹം ക്യാൻവാസിൽ കോറിയിട്ടിരിക്കുന്നത്. ഗ്രാമം മാത്രമല്ല, നഗരങ്ങളും അദ്ദേഹത്തിന്റെ വരിയുടെ വിഷയങ്ങളാണ്. പച്ചപ്പ് നിറഞ്ഞു തുളുമ്പുന്ന ഒരു നഗരത്തെ കോറിയിട്ടിരിക്കുന്നു. ഏതോ പുതിയ ചിത്രത്തിന്റെ നിർമ്മാണ വേളയിലാണ് അദ്ദേഹം. മാന്ത്രികത വിരിയിക്കുന്ന ആ ബ്രഷും കൈകളും ഞാൻ ഒരു നിമിഷം ശ്രദ്ധിച്ചു. ശേഷം മറ്റൊരു ചിത്രകാരനിലേക്ക് തിരിഞ്ഞു. ഇദ്ദേഹം കൂടുതലായും വരയ്ക്കുന്നത് കാരിക്കേച്ചറുകളാണ്. ഏതോ ചിത്രത്തിന്റെ നിർമ്മാണ വേളയിലാണ് അദ്ദേഹവും. 3 ക്യാൻവാസുകളിലായി കോറിയിട്ടിരിക്കുന്ന ഒരു വലിയ മരത്തിന്റെ ചിത്രം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. മറ്റൊട്ടനേകം പ്രകൃതി സ്പർശിയായ ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ ഗാലറിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. മറ്റൊരു ചിത്രകാരൻ വളരെ തന്ത്രപരമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വിറ്റഴിക്കുവാൻ ശ്രമിക്കുകയാണ്. സ്റ്റാൻഡപ്പ് കോമഡിയുടെയും മ്യൂസിക്കിന്റെയും ഒക്കെ അകമ്പടിയോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വിൽക്കുവാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങൾ ഫലം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചുറ്റും ഇത്രയധികം ആളുകൾ കൂടി നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വിൽപ്പനാ രീതിയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏതെങ്കിലും കുറഞ്ഞത് 2-3 മേഖലകളിലെങ്കിലും പ്രാവീണ്യം നേടിയിരിക്കണം. എൻ്റെ ക്യാമറ മറ്റു കാഴ്ചകളിലേക്ക് തിരിച്ചു. ഇവിടെ ഒരു സ്ത്രീ കുമിളകൾ ഉണ്ടാക്കുന്ന യന്ത്രം വിൽക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ച. പല വലുപ്പത്തിലുള്ള കുതിരയുടെ ശില്പങ്ങൾ. കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും അവയുടെ മുകളിൽ കയറുകയും ചെയ്യാം. നിശ്ചലരായി നിൽക്കുന്ന ജീവനില്ലാത്ത കുതിരകൾ. മറ്റൊരു വശത്ത് നിശ്ചലരായി നിൽക്കുന്ന ജീവനുള്ള മനുഷ്യർ ഉപജീവനത്തിനായി പൊരുതുന്നു. വളരെ സുന്ദരിയായ ഒരു സ്ത്രീ, ഒരു കൊച്ചുകുട്ടി അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നു. അവരുടെ മുമ്പിലായി വെച്ചിരിക്കുന്ന ആ ചെറിയ വഞ്ചിയിൽ പൈസ ഇടുകയാണെങ്കിൽ ഈ ശില്പം നൃത്തം ചെയ്യുകയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം തരികയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാനും ചെറിയൊരു തുക ആ വഞ്ചിയിലേക്ക് ഇട്ടു. വഞ്ചിയിൽ പൈസ ഇട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ അവർ ഷെയ്ക്ക് തരുവാനായി അടുത്തേക്ക് വിളിച്ചു. ഞാൻ അരികിലേക്ക് ചെന്നു. ഷെയ്ക്ക് തന്നു. കൂടെ ഫ്രീ ആയി ഒരു മുത്തവും കിട്ടി കഴിഞ്ഞു. മനോഹരമായ 1-2 സ്റ്റെപ്പുകൾ കൂടെ അവൾ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി ഇട്ടു. അതിനുശേഷം അവൾ തൻ്റെ പഴയ നിശ്ചലാവസ്ഥയിലേക്ക് തിരികെ പോയി. മറ്റു നിശ്ചലരായ ശില്പങ്ങളിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചു. സുന്ദരിയായ മറ്റൊരു യുവതി. ആരുടെയും മനം കവരുന്ന രീതിയിലുള്ള അവളുടെ മെല്ലെയുള്ള ചലനങ്ങൾ എൻ്റെ ക്യാമറ ഒപ്പിയെടുത്തു. ഒരു ചെറിയ കുട്ടി അവളുടെ മുമ്പിലിരുന്ന വഞ്ചിയിലേക്ക് പൈസ ഇട്ടു. ഉടനെ തന്നെ അവൾ ആ ചെറിയ കുട്ടിയെ അടുത്തേക്ക് വിളിക്കുകയും കയ്യിലൊരു ചുംബനം കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട് ചുംബനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞാനും അവളുടെ മുമ്പിലിരിക്കുന്ന വഞ്ചിയിലേക്ക് പൈസ ഇടുവാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ പേഴ്സിൽ നിന്നും ഏതാനും കുറച്ച് പെസോകൾ കയ്യിലേക്ക് എടുക്കുകയും അവളുടെ വഞ്ചിയിലേക്ക് അതിടുകയും ചെയ്തു. ഉടനെ തന്നെ അവൾ എൻ്റെ ക്യാമറയെ നോക്കി മെല്ലെയുള്ള നൃത്തച്ചുവടുകൾ അവതരിപ്പിക്കുവാൻ തുടങ്ങി. അവൾ ഒരു ചുംബനം എൻ്റെ ക്യാമറയ്ക്ക് നേരെ എറിഞ്ഞു. അത് ക്യാമറയുടെ ലെൻസും തകർത്ത് എൻ്റെ ഹൃദയത്തിൽ പതിച്ചോ എന്നൊരു സംശയം. ആ ചുംബനം ക്യാമറയുടെ ലെൻസ് തകർത്ത് എൻ്റെ ഹൃദയത്തിൽ പതിച്ചത് കൊണ്ടാണോ എന്തോ അവൾ എന്നെ എടുത്തേക്ക് വിളിക്കാൻ കൂട്ടാക്കിയില്ല. അവൾ മെല്ലെ നിശ്ചല അവസ്ഥയിലേക്ക് പോയി. മറ്റൊരു നിശ്ചല ശില്പ കലാകാരൻ ഇവിടെയെല്ലാം പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുവാൻ തുടങ്ങുകയാണ്. സമയം ഏകദേശം വൈകുന്നേരം 4 മണിയായിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയം ആസ്വദിക്കുവാനായി സാന്റിയാഗോ നഗരത്തിലെ ഏറ്റവും വലിയ കുന്നായ സെറോ എൽ കാർബൺ എന്ന കുന്ന് കയറുവാൻ ഞാൻ തീരുമാനിച്ചു. ഏകദേശം 2 മണിക്കൂറോളം നടന്നു വേണം ഈ കുന്നിന് നെറുകയിലെത്താൻ. തീരുമാനം പോലെ അത്ര ലളിതമായിരുന്നില്ല കുന്നുകയറ്റം. എനിക്ക് എത്തിച്ചേരേണ്ടത് ദാ ഈ കാണുന്ന കുന്നിന് നെറുകയിലേക്കാണ്. ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ കുന്നുകയറ്റം. നടന്ന് കുന്നിൻ്റെ നെറുകയിലെത്തിയപ്പോഴത്തേക്കും ഒരുപാട് വൈകിയിരുന്നതിനാൽ പ്രതീക്ഷിച്ച പോലെ എനിക്ക് സൂര്യാസ്തമയം കാണുവാൻ സാധിച്ചില്ല. പക്ഷേ സൂര്യാസ്തമയത്തെക്കാളിലും മികച്ച കാഴ്ചകളാണ് എന്നെ കുന്നിൻ്റെ നെറുകയിൽ വരവേറ്റത്. രാത്രി വിളക്കുകളുടെ പ്രഭയിൽ മിന്നി ശോഭിക്കുന്ന സാന്റിയാഗോ നഗരം. ഞാൻ മെല്ലെ ആ മനോഹര കാഴ്ചയിൽ ഇഴുകി അലിഞ്ഞു ചേർന്നു.